സ്ക്രീൻ കാണാമല്ലോ അല്ലേ? കാണാം. അപ്പൊ ആക്ഷൻ പ്ലാനിൽ 9 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് 100% പ്രൊഡക്റ്റ് യൂസ്, 2 ഡിസ്പ്ലേ വാൾ ഇനാഗുറേഷൻ, 3 ഡയമണ്ട് ക്ലബ്ബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് കമ്പനി ടാർഗറ്റ്, 4 ടെർമിനേറ്റ് ഐ ഡി ആക്ടിവേഷൻ, ഹോം വിസിറ്റിംഗ് വിത്ത് ഫാമിലി, 6 LDP ട്രെയിനിങ്, സൂം ഗൂഗിൾ മീറ്റ്, പിന്നെ പ്രൊമോട്ട് സൂം ഗൂഗിൾ മീറ്റ്, 7ാമത്തത് പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ്, 9 ഡ്യൂപ്ലിക്കേഷൻ. നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം. 1ാമത്തെ പോയിന്റ്, RCMൽ വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 100% പ്രൊഡക്റ്റ് യൂസ് ആൻഡ് ഷെയർ. 100% പ്രൊഡക്റ്റ് യൂസ് ആൻഡ് ഷെയർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളും നമ്മളുടെ കുടുംബവും RCM ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. അതിനുശേഷം അതിൻ്റെ അനുഭവം ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. എത്ര പേര് RCMന്റെ മുഴുവൻ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യണമെന്നുള്ളത് മനസ്സിലെത്തി ഒന്ന് ചിന്തിക്കുക. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും 5000 PV ഈസി ആയിട്ട് ചെയ്യും. അല്ലാത്തവർ വളരെ കുറച്ച് PV ചെയ്യുള്ളൂ. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനം എടുക്കണം, 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. ഇതൊരു ആക്ഷൻ പ്ലാൻ ആണ്. RCMൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനിന്റെ 1ാമത്തെ പോയിന്റ് ആണ്. ഇത് വളരെ ശ്രദ്ധിച്ച് വളരെ ഉഷാറായിട്ട് ഇത് ചെയ്യണം. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഈ 100% പ്രൊഡക്റ്റ് എന്തൊക്കെയൊക്കെ ഉണ്ടത്. നമുക്ക് അതിൻ്റെ ആ കുറച്ച് പടങ്ങൾ കാണാം. എന്താ ഒക്കെ വീട്ടിൽ ആവശ്യമുള്ളതല്ലേ? ഈ കാണുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ ആവശ്യമുള്ളതാണ് അല്ലേ? പിന്നെ എന്തുകൊണ്ട് നമ്മൾ വാങ്ങി ഉപയോഗിച്ചുകൂടാ? ഇതൊക്കെ ആവശ്യമുള്ളതാണ്. ഇനി അടുത്തത് 100% പ്രൊഡക്റ്റ് യൂസ് ആൻഡ് ഷെയർ. RCM വിജയിക്കുവാനുള്ള രഹസ്യം ഉപയോഗവും പങ്കുവയ്ക്കലുമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നം മറ്റൊരാളോട് ആത്മവിശ്വാസത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലോ നമുക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റില്ല. സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ എലോര വണ്ടർ വേൾഡ് ക്വിക്കിൽ ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ RCMന്റെ ഓൾറൗണ്ടർ പേസ്റ്റ് കളറ്, അതിൽ നിന്ന് വരുന്ന കളർ എന്താന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു വെളുത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ആ ആള് വെളുത്തതാണെന്ന് പറഞ്ഞത്. അത് ഉപയോഗിച്ച ആളാണെന്നുണ്ടെങ്കിൽ അത് റോസ് കളറിലുള്ളതാണ്, കരയാമ്പൂവിന്റെ ടേസ്റ്റ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞേനെ. അപ്പൊ നമ്മൾ ഉപയോഗിക്കാത്ത ഉൽപ്പന്നത്തെ കുറിച്ച് നമ്മൾ മറ്റൊരാളോട് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ ഉപയോഗിക്കണം. സ്വന്തം അനുഭവം പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസം കൂടുതലാവും. അനുഭവം ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം കൂടുതലാവും. ഞാൻ ഉപയോഗിക്കുന്നു, നല്ല ഫലം കിട്ടി എന്ന് പറയുമ്പോൾ ആളുകൾ എളുപ്പത്തിൽ കേൾക്കും. ഉപയോഗം കൂടുമ്പോൾ പർച്ചേസ് വോളിയം കൂടും. പർച്ചേസ് വോളിയം കൂടുമ്പോൾ എന്താ സംഭവിക്കണേ? വരുമാനവും നമ്മുടെ പിൻ ലെവലും മാറും കേട്ടോ. ഉപയോഗിക്കാത്ത ഉൽപ്പന്നത്തെ കുറിച്ച് വളരെ വാദവരാതെ വിശദീകരിക്കരുത്. വിശദീകരിച്ചാൽ നിങ്ങൾ പെട്ടുപോകും. ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പണി പാടി. വേഗം അവിടെ നിന്നിട്ട് മൊബൈലിൽ കുത്തി വിനീത് സാറേ സുരേഷ് സാറേ എന്ന് വിളിക്കരുത് കേട്ടാ. അപ്പൊ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ എല്ലാ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാനായിട്ട് ഇന്നു മുതൽ തയ്യാറാവണം. RCMലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ ആരോഗ്യവും വിശ്വാസവും വരുമാനവും കിട്ടും. RCM ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് മോണവേദന കുറയുന്ന അനുഭവിച്ചാൽ അത് സുഹൃത്തുക്കളോട് പറഞ്ഞാൽ അവരും അത് പരീക്ഷിക്കാൻ താല്പര്യം കാണും. തേയില, സോപ്പ്, ഓയില്, ഷാമ്പു, ഹെൽത്ത് പ്രൊഡക്റ്റ് എന്നിവ വീടുകളിൽ സ്ഥിരമായി ഉപയോഗിച്ചാൽ മാസം തോറും നല്ല PV ഉണ്ടാകും. അതാണ് നെറ്റ്വർക്ക് വളരാനുള്ള അടിസ്ഥാനം. മനസ്സിലായില്ല? നെറ്റ്വർക്ക് വളരണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിലെ എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കണം. സ്വന്തം വീട്ടിലെ എല്ലാ പ്രൊഡക്റ്റുകളും ഉപയോഗിക്കാതെ നെറ്റ്വർക്ക് വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആ ബിസിനസ് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ. സ്വന്തം വീട്ടിൽ മുഴുവൻ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ മാത്രമേ നെറ്റ്വർക്ക് വളരുള്ളൂ. അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഓക്കെ.
എന്നിട്ട് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണം, വീട്ടിൽ വരുന്നവരെയൊക്കെ കാണിച്ചു കൊടുക്കണം, സാമ്പിള് കൊടുക്കണം, ഹോം മീറ്റിങ്ങുകളിൽ പറയണം. അതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് മുടക്കി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. എന്താ പരസ്യം ചെയ്യലാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ പരസ്യം. അപ്പൊ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടണം. വീട്ടിലൊരു പ്രോട്ടീസ് കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചേഞ്ചിന്റെ ആ ചട്ടി അടക്കമുള്ള ഫോട്ടോ, ഇന്ന് എൻ്റെ വീട്ടിൽ RCMന്റെ പ്രോട്ടീസ് കറി അല്ലെങ്കിൽ വെജ് ബൈസ് കറി, അതിന്റെ ഫോട്ടോ ഒക്കെ ആ ഫോട്ടോ സൈസ് സ്റ്റാറ്റസ് ഇടണം. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി, ഇതൊക്കെ എല്ലാത്തിൻ്റെയും പരസ്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടോ. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ആൾക്കാർ കാണുന്നത് നിങ്ങളെയാണ്. മനസ്സിലായോ? കമ്പനിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളെ കണ്ടതിന് ശേഷം മാത്രമേ അവര് കമ്പനികളിലേക്കും നെറ്റ്വർക്കിനെ കുറിച്ചും അറിയുന്നുള്ളൂ. നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് ആളുകളുടെ വിശ്വാസം. ഓക്കെ. ഇന്നത്തെ ശുചിത്വം നാളത്തെ ആരോഗ്യം. ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നമുണ്ട്. എൻ്റെ പരസ്യം നോക്കി കണ്ട അപ്പുറത്ത് നിൽക്കുന്ന അക്ഷയ് കുമാർ അത് പിടിച്ചുകൊണ്ടിരിക്കുന്നു, അയാളുടെ കുടുംബം സമ്പന്നാവും. ഇത് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്പന്നനാവും. ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റസുകൾ ഇടണം. ഇങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? സൂപ്പറല്ലേ? ഓക്കെ. നിർബന്ധമാണ് ഡിസ്പ്ലേ വാൾ. രണ്ടാമത്തെ പോയിന്റ്, എല്ലാ വീട്ടിലും തുടങ്ങണം. ഡിസ്പ്ലേ വാൾ എല്ലാ വീട്ടിലും തുടങ്ങണം. നിങ്ങളുടെ വീട്ടിലേക്ക് 3 മാസത്തെ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിയാൽ ഡിസ്പ്ലേ വാളായി. നിങ്ങളുടെ വീട്ടിലേക്ക് 3 മാസത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയാൽ ഡിസ്പ്ലേ വാളായി. ഓരോ വീട്ടിലും ഒരു RCM ഷോറൂം ആക്കണം. കണ്ട ആ എത്ര ഭംഗിയായിട്ടാണ് അടുക്കി വെച്ചേക്കുന്നതെന്ന് എനിക്ക് കിട്ടാം. അപ്പൊ വീട്ടിലേക്ക് 3 മാസത്തേക്ക് എന്തൊക്കെ സാധനങ്ങൾ ചെലവാകുമോ അതെല്ലാം കൂടി ഒരുമിച്ച് മേടിക്കുക. എന്നിട്ട് അത് വീട്ടിലെ ഷോക്കേസിലൊക്കെ നല്ലപോലെ നിരത്തിയൊക്കെ വയ്ക്കുക. നിങ്ങൾ ഡിസ്പ്ലേ വാൾ തുടങ്ങുന്നു. ഇത് ചെയ്യേണ്ട കാര്യം, ഉദ്ഘാടനം ചെയ്യേണ്ട തീയതി ലീഡറോട് ചോദിച്ചെടുക്കണം. ആദ്യ വിൽപ്പനയും ആശംസയും അറിയിക്കുന്നതിലേക്കായി വാർഡ് മെമ്പറെ ക്ഷണിക്കണം. ഉദ്ഘാടനം ചെയ്യുന്ന ലീഡറിന്റെ ഫോട്ടോയും വാർഡ് മെമ്പറുടെ ഫോട്ടോയും ചേർത്ത് ലെറ്റർ അടിക്കണം കേട്ടാ. ഡിസ്പ്ലേ വാൾ ചെയ്യുന്ന ആൾക്കാർ എടുക്കേണ്ട കാര്യങ്ങളാണ്. അതിനൊരു ഉദാഹരണമാണ് കേട്ടാ. RCM സ്റ്റോഴ്സ്, RCM ഹോം ഷോപ്പിൽ എരമം 30 ഒരു ഹോം ഷോപ്പിൽ എംബ്രാൾഡ് സുരേന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്തതിന്റെ ലെറ്ററാണത്. ഉദ്ഘാടകൻ ശ്രീ എംബ്രാൾഡ് സുരേന്ദ്രൻ സാർ, ചാലക്കുടി. ആദ്യ വിൽപ്പന ആശംസ ഫസീല ജമാൽ, 22ാം വാർഡ് മെമ്പർ. ഇതൊരു ലെറ്ററാണ്. ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ 6-4 ബോർഡ് അവിടെ ജംഗ്ഷനിൽ വെച്ചിരുന്നതാണ്. വഴിയിൽ കൊണ്ടുവയ്ക്കണം. ഇപ്പൊ ആൾക്കാർ ഇത് വായിക്കും, ഇതെന്ത് സംഭവം, ഇതെന്താണ് ഈ CM സ്റ്റോഴ്സ്, RCM ഹോം ഷോപ്പിൽ, ഇതെന്താണ് ഇടപാട്? അപ്പൊ ഇങ്ങനെ ഇത് രണ്ടും നിർബന്ധമായിട്ട് ചെയ്യണം. 6-4 ബോർഡ് പട്ടിക അടിച്ച് വഴിയിൽ വെക്കണം. നമ്മൾ തുടങ്ങുന്നത് വലിയൊരു പ്രസ്ഥാനമാണ്. 100 രൂപ തൊട്ട് 50 ലക്ഷം രൂപ വരെ മാസ വരുമാനം മേടിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു ഹോം ഷോപ്പിയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വലിയ ഷോറൂമായിട്ടൊക്കെ മാറും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ നമ്മൾ ചെയ്യണം. ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനത്തിന് ലെറ്റർ കൊടുത്ത എല്ലാ വീട്ടിലും ചുരുങ്ങിയത് 100 വീടെങ്കിലും ക്ഷണിക്കണം. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് പ്രചോദനോത്സാഹമാണ്. ഉദ്ഘാടന ദിവസം നിശ്ചിത സമയത്ത് തീർച്ചയായിട്ടും ചേരുക. ഉദ്ഘാടന ദിവസം ഡിസ്പ്ലേ വാൾ ഓണർ. ഉദ്ഘാടന ദിവസം ഡിസ്പ്ലേ വാളിന്റെ ഓണർ RCMന്റെ ഡ്രസ്സുകൾ ധരിച്ച് വൃത്തിയായിട്ട് നിൽക്കണം കേട്ടാ. അല്ലാണ്ട് ഒരു ചപ്പി ചവറെന്നുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടരുത്. അന്നത്തെ ദിവസം നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കണം. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടാ. ഓക്കെ. ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനത്തിന് വരുന്ന ലീഡറെയും വാർഡ് മെമ്പറെയും നല്ല രീതിയിൽ സ്വീകരിക്കണം കേട്ടോ. AI ഉള്ള അക്ഷര പിശക് അത് നിങ്ങൾ കാര്യമാക്കേണ്ട. അത് ഞാൻ പറഞ്ഞു തിരുത്തിക്കോളാം.
ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനത്തിന് വരുന്ന ലീഡറെയും വാർഡ് മെമ്പറെയും നല്ല രീതിയിൽ സ്വീകരിക്കണം. അതായത് അവരെ നല്ലോണം എഡിഫൈ ചെയ്തൊക്കെ സംസാരിക്കുകയൊക്കെ വേണം കേട്ടാ. എന്താണ് ഡിസ്പ്ലേ വാൾ? ഡിസ്പ്ലേ വാൾ എന്താണ്, എങ്ങനെ തുടങ്ങിയ എന്തുകൊണ്ടാണ് ലീഡർ വിശദമായി പറഞ്ഞു തരും കേട്ടാ. ഉദ്ഘാടനവും വിവരണവും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ ചായ വിതരണവും ഭക്ഷണമൊക്കെ കൊടുക്കാവൂ. അല്ലാണ്ട് ഈ അവിടെ നമ്മുടെ ലീഡർ അവിടെ സംസാരിച്ച് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഈ ആശംസയൊക്കെ അറിയിച്ച് ലീഡർ ഒരു അരമണിക്കൂർ ആ ഡിസ്പ്ലേ വാളിനെ കുറിച്ച് ക്ലാസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിനിടയിൽ കൂടി ചായയും ഇതൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. അതുപോലെ കൊടുക്കുന്ന ഭക്ഷണം RCMന്റെ ഫുഡ് മാത്രമേ കൊടുക്കാവൂ. അല്ലാണ്ട് പുറമേ കടകളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ഭക്ഷണങ്ങളോ ഒന്നും കൊടുക്കരുത്. ഇതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ ഇതിനകത്ത്. അവിടെ ആരെങ്കിലും ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനത്തിന് പുറമേ നിന്നുള്ള ഭക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈക്കിൽ കൂടി വിളിച്ചു പറയും, ഈ ഭക്ഷണം കഴിക്കരുത്, ഇത് RCMന്റെ ഫുഡല്ല എന്ന് മൈക്കിൽ കൂടി വിളിച്ചു പറയും. RCMന്റെ ഫുഡ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അത്രയും പേര് അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലീഡർ സംസാരിക്കും, പറയും, ഇപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് RCMന്റെ ഫുഡാണ്, എങ്ങനെയുണ്ട്, നല്ലതാണോ? അപ്പൊ അതിന്റെ ഗുണമേന്മയും കൂടി ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഡിസ്പ്ലേ വാളിൽ ആ സാധനം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് തീർന്നു. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ പലരും തെറ്റായ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേ വാൾ ഉദ്ഘാടനം ഇത് നമ്മുടെ സാറ് ഉദ്ഘാടനം ചെയ്യുന്നു. ഇത് നമ്മുടെ ഒരു ഷോറൂം ഉദ്ഘാടനമാണ്. പിന്നെ സാറ് നിൽക്കുന്നു, കണ്ടില്ലേ, അടിപൊളിയല്ലേ? RCMൽ ഓരോ മാസവും 5000 PV 1-ാം തീയതി മുതൽ 10-ാം തീയതിക്കുള്ളിൽ ആണ് ചെയ്യുന്നത്. ഇത് അടുത്ത പോയിന്റ് ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ് കേട്ടാ. എല്ലാ മാസവും ഡിസ്പ്ലേ വാൾ തുടങ്ങിയ ആൾക്കാർ നിർബന്ധമായിട്ട് 5000 PV 1-ാം തീയതി തൊട്ട് 10-ാം തീയതിക്കുള്ളിൽ ചെയ്യണം. ഡിസ്പ്ലേ വാൾ ഉള്ളവർക്ക് 5000 PV ചെയ്യാൻ എളുപ്പമാണ്. 1-ാം തീയതി തൊട്ട് 10-ാം തീയതിക്കുള്ളിൽ ചെയ്യാം. ഇതിന് പറയുന്ന പേരാണ് ഡയമണ്ട് ക്ലബ്ബ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിന് പറയുന്ന പേരാണ് ഡയമണ്ട് ക്ലബ്ബ് എന്നാണ് പറയുന്നത്. 1-ാം തീയതി മുതൽ 10-ാം തീയതിക്കുള്ളിൽ 5000 PV ചെയ്താൽ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയും. ഇത് ചെയ്താൽ ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ. ടീമിൽ ലീഡർ എന്നുള്ളൊരു അംഗീകാരം ലഭിക്കും. ടീമിൽ ലീഡർ എന്നുള്ളൊരു അംഗീകാരം സൈഡ് വളരാൻ പിന്തുണ ലഭിക്കും. പുതിയ ആളുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റും. മാസത്തിലെ ടാർഗറ്റുകൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. വലിയ PV ബിൽഡ് ചെയ്യാൻ സഹായിക്കും. റാങ്ക് വളർച്ച വേഗത്തിൽ നടക്കും. പിൻ ലെവലൊക്കെ മാറും ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാ ഗുണങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതും ഡിസ്പ്ലേ വാളുള്ളവർക്ക് സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന സ്ഥിരമായ ഇൻകം ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും. സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഡിസ്പ്ലേ വാൾ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഗ്രോത്ത് ബോണസ് ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഡിസ്പ്ലേ വാളിന്റെ സിസ്റ്റം ശക്തമാകും. ഡയമണ്ട് ക്ലബ്ബ് സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ വാള് നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. കമ്പനി പ്രോഗ്രാംസ് റെക്കഗ്നേഷൻ ഒക്കെ ലഭിക്കും. ടീം ഡ്യൂപ്ലിക്കേഷൻ വളരെ എളുപ്പമാവും. ഡിസിപ്ലിൻ ഉള്ള ബിസിനസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ബിസിനസ് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടീം ഡ്യൂപ്ലിക്കേഷൻ, അതായത് നമ്മൾ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഗ്രൂപ്പുകളിലിട്ട് ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തു, അപ്പൊ നമ്മളുടെ ലീഡർ അത് ചെയ്തത് കാണുമ്പോൾ നമ്മുടെ കൂടെയുള്ള അസോസിയേറ്റ്സ് എല്ലാവരും ചെയ്യും. അതുപോലെ തന്നെ ഡിസ്പ്ലേ വാൾ ഒരിക്കലും കാലിയായിട്ടിരിക്കില്ല. ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നവരുടെ വീടുകളിൽ ഡിസ്പ്ലേ വാൾ ഒരിക്കലും കാലിയായിട്ടിരിക്കില്ല. അതുപോലെ സ്ഥിരമായിട്ടൊരു വരുമാനം നമുക്ക് ഈ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ,
ഡയമണ്ട് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എ സൈഡ് ബി സൈഡ് ഒക്കെ ബാലൻസ് ചെയ്ത് പോകാനായിട്ട് സഹായിക്കും. ഹോം മീറ്റിംഗ് കോൺഫിഡൻസ് വർദ്ധിക്കും ഡയമണ്ട് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ. ഹോം മീറ്റിംഗ് നടത്താനുള്ള ആ ഒരു ആർജവമൊക്കെ ഉണ്ടാവും. ലോങ് ടേം ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും. നല്ലൊരു ടീമിന്റെ ലീഡർ ആവാനായിട്ട്, ശക്തനായ ഒരു ലീഡർ ആവാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും ഡയമണ്ട് ക്ലബ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് ഡയമണ്ട് ക്ലബിന്റെ പിന്നെ കണ്ട 12 മാസം തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്നൊരു പിന്ന് ലഭിക്കും. അധിക കമ്മീഷൻ, ബോണസ്, ബിസിനസ് കൂടുതൽ വളർച്ച, സ്പെഷ്യൽ ഗിഫ്റ്റുകൾ, ടൂർ, ട്രാവൽ അവസരങ്ങൾ, സ്പെഷ്യൽ ഈവന്റുകളിൽ ക്ഷണം. കണ്ടോ, സ്പെഷ്യൽ ഈവന്റുകളിൽ ക്ഷണം. കുറച്ചു മുമ്പ് ദിനേഷ് സാർ പറഞ്ഞു 11-ാം തീയതി, ഈ വരുന്ന 11-ാം തീയതി ശനിയാഴ്ച വ്യാപാര ഭവനിലെ കുലംകുളം സ്കൂളിനടുത്തുള്ള വ്യാപാര ഭവനിൽ നമ്മുടെ എല്ലാം ഗുരുനാഥനായിട്ടുള്ള റൂബി ഗിരീഷ് സാറിന്റെ പ്രോഗ്രാം ഉണ്ട്. പക്ഷെ ആ പ്രോഗ്രാമിലേക്ക് ഡയമണ്ട് ക്ലബ് ചെയ്ത ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ 5000 PV ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അവിടെ ക്ഷണമുള്ളൂ. കണ്ടോ, സ്പെഷ്യൽ ഈവന്റുകളിൽ ക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ടാർഗറ്റുകൾ ചെയ്യണം. ഓക്കെ, അല്ലാത്തവരെ ആ ക്ലാസ്സിൽ വരണ്ട. കാരണം അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ അവര് 1 മുതൽ പറഞ്ഞ് പഠിപ്പിക്കണം. ഇവിടെ 5000 PV ചെയ്യുന്ന ആൾക്കാർ ഒരു ഇത്തിരി ഗ്രേഡ് കൂടിയ ആൾക്കാരാണ് എന്നുള്ളത് ഞാനിപ്പോ ഈ കഴിഞ്ഞ സ്ലൈഡുകളിൽ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, RCM ബിസിനസ്സിൽ ടാർഗറ്റുകൾ വയ്ക്കുന്നതിന്റെ പ്രധാന കാരണം, ടാർഗറ്റുകൾ അതൊരു പോയിന്റാണ് കേട്ടോ. ടാർഗറ്റുകൾ വയ്ക്കുന്ന ഡോക്ടർ രാജൻ സാർ ഒരു ടാർഗറ്റ് ഇപ്പൊ കഴിഞ്ഞ മാസം വെച്ചു. അതിൽ ഒരുപാട് പേര് അച്ചീവ് ചെയ്തു. ഇപ്പൊ ഈ മാസം വെച്ചിട്ടുണ്ട് 20,000 PV. അതിൽ 10,000 PV ന്യൂട്രി ചാർജ്. ആരാണ് മൈക്കോൺ ആക്കി കളിക്കുന്നത്? അപ്പൊ രാജൻ സാർ ഇപ്പൊ ഈ മാസം ടാർഗറ്റ് വെച്ചിട്ടുണ്ട് 20,000 PV. അതിൽ 10,000 PV ന്യൂട്രി ചാർജ്, 10,000 PV അതർ, പിന്നെ 5 ജോയിനിങ്. അതൊരു ടാർഗറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടാർഗറ്റുകൾ എപ്പോഴും നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ മാസം ടാർഗറ്റ് ചെയ്തവർക്ക് അതിനുള്ള പ്രോഗ്രാം ഇപ്പൊ ജിനീഷ് സാറോടെ പറഞ്ഞു. അപ്പൊ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോക്കസ് ലഭിക്കും. ടാർഗറ്റ് ഇല്ലെങ്കിൽ ബിസിനസ് എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല കേട്ടോ. ടാർഗറ്റ് ഇല്ലെങ്കിൽ ബിസിനസ് എങ്ങോട്ടേക്കാണ് പോണേന്ന് അറിയില്ല. വെറുതെ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു മാത്രം. ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഓരോ ദിവസവും എന്ത് ചെയ്യണം എന്നൊരു വ്യക്തമായിരിക്കും. ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഓരോ ദിവസം എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള പ്രവർത്തിക്ക് പറയുന്നവരാണ് ഫോക്കസ് ലഭിക്കാന്നുള്ളത്. റെഗുലർ ഇൻകം ബിൽഡ് ചെയ്യാൻ മാസം തോറും ഒരു നിശ്ചിത PV അല്ലെങ്കിൽ സെയിൽസ് ടാർഗറ്റ് വെച്ചാൽ ഇൻകം സ്ഥിരതയോടെ വരുവാനായിട്ട് സാധിക്കും. ഈ മാസം ഞാൻ ഇത്ര വരുമാനം മേടിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. അത്രയും വരുമാനം നമുക്ക് മേടിക്കാൻ പറ്റും. ഒരു ജോലിക്ക് പോണ ആള് ഞാൻ ഈ മാസം എന്റെ ശമ്പളം ഞാൻ 40,000 രൂപ മേടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലിക്ക് പോണ ആൾക്ക് കിട്ടുമോ? ആരാ മൈക്ക് ഓണാക്കുന്നേ? മൈക്ക് ഓഫ് ചെയ്താലേ ഞാൻ ഇനി സംസാരിക്കുള്ളൂ. രഘു സാറേ ഒന്ന് ഓഫ് ചെയ്തേ. രഘു സാറേ, ഇപ്പോ റെഗുലർ ഇൻകം ബിൽഡ് ചെയ്യാനായിട്ട് മാസം തോറും എത്രത്തോളം വരുമാനം വേണമെന്നുള്ളത് സാറേ ആരാണ്ടും മൈക്ക് ഓൺ ആക്കി കളിക്കണ്ട്. ജിനേഷ് സാറേ അത് ഓഫ് ചെയ്ത് സാറേ, ഓഫ് ചെയ്യിപ്പിച്ചു. ഓഫ് ചെയ്ത് സാറേ പ്ലീസ്. റെഗുലർ ഇൻകം ബിൽഡ് ചെയ്യാൻ മാസം തോറും ഒരു നിശ്ചിത PV അല്ലെങ്കിൽ സെയിൽസ് ടാർഗറ്റ് വെച്ചാൽ ഇൻകം സ്ഥിരതയോടെ വരുവാനായിട്ട് സഹായിക്കും. അപ്പൊ ഇവിടെ എത്ര വരുമാനം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. RCM ബിസിനസ്സിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ മാസം 50,000 വരുമാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50,000 രൂപ വരുമാനം കിട്ടും. അത് ഇങ്ങനെ ടീമിലൂടെയും കിട്ടും, സെയിൽസ് ചെയ്താലും കിട്ടും. അത് ഏത് വേണമെന്നുള്ളതൊക്കെ നിങ്ങൾ ചെയ്യാം. ടീം ഗ്രോത്ത് വേഗത്തിലാക്കാൻ ടാർഗറ്റ് ഉള്ളവർ കൂടുതൽ ആളുകളെ മീറ്റ് ചെയ്യുകയും പ്ലാൻ കാണുകയും ചെയ്യും. അതിലൂടെ ടീം ഡ്യൂപ്ലിക്കേഷൻ വേഗത്തിൽ നടക്കും. ടാർഗറ്റ് ഉള്ളവരെ അയ്യോ എനിക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, എന്ത് ചെയ്യാം, എന്തൊക്കെ പ്രശ്നം വന്നാലും എന്നുള്ള ഇത് വരുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത ആൾക്കാർ വെറുതെ ഇരിക്കില്ല. അവർ മാക്സിമം ഫീൽഡിൽ ഇറങ്ങി നല്ല ടീം ഡെവലപ്പ് ചെയ്ത് അവർ ആ ടാർഗറ്റ് കയ്യിലെടുത്തിരിക്കും.
അതിന് ഉദാഹരണമാണ് നമ്മുടെ വിജയകരണത്തിൽ പ്രവീത മാഡം, അശോകൻ സാറ്, പിന്നെ നമ്മുടെ ശ്രീദേവി മാഡം, അങ്ങനെ ഒരുപാട് പേര് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ മാസത്തെ രായൻ സാറിന്റെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് ഈ മാസം അവർ 14-15 ടൂർ പോവുകയാണ്. അപ്പൊ ടാർഗറ്റുകൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡെയിലി ആക്ടിവിറ്റി, ഫോളോ അപ്പ്, ഹോം മീറ്റിംഗ്, പ്രൊഡക്റ്റ് യൂസേജ് എന്നിവ സ്ഥിരമായി ഉള്ളൊരു ശീലം, അതൊരു ടാർഗറ്റാണ്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനും ഹോം മീറ്റിംഗ് നടത്താനും ഒക്കെ ആയിട്ട് ഡെയിലി ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാനും അതൊക്കെ ഒരു ടാർഗറ്റാണ്. റാങ്ക് അച്ചീവ്മെന്റ് നേടാനായിട്ട് സ്റ്റാർട്ടർ, ഓപ്പണർ, റണ്ണർ, വിന്നർ പോലുള്ള റാങ്ക് നേടാൻ ടാർഗറ്റ് ഒരുപാട് സഹായിക്കും. മോട്ടിവേഷൻ നിലനിർത്താൻ ചെറിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് കൂടി വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോകാനുള്ള എനർജി ലഭിക്കും. അപ്പൊ ചെറിയൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അതിനകത്തുനിന്ന് ഒരു അംഗീകാരം കിട്ടിയാൽ നമുക്ക് വേഗം തന്നെ നമുക്ക് ഭയങ്കര ഉള്ളിലെത്തി എന്തായാലും ഞാൻ അടുത്ത സ്റ്റേജിൽ കടന്നു പോകും. അപ്പൊ കഴിഞ്ഞ മാസം സ്റ്റാർട്ടറായ ആൾക്കാർ ഈ മാസം ഓപ്പണറിലേക്ക് എത്താൻ വേണ്ടി ഒരു തീവ്ര ശ്രമം നടത്തും. അപ്പൊ അങ്ങനെ ഓരോ അച്ചീവ്മെന്റുകൾ കിട്ടും. അപ്പൊ ടാർഗറ്റ് ഉണ്ടോ, നിങ്ങളുടെ ബിസിനസ് പെട്ടെന്ന് വളരും. ടാർഗറ്റ് ഇല്ലേ, അതിങ്ങനെ സാധാരണ ഒരു ഓട്ടോറിക്ഷ ഓടുന്ന പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഒരു ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ടാർഗറ്റുകളാണ് മെയിൻ കേട്ടാ. ഡിസ്പ്ലേ വേൾഡ് ഡയമണ്ട് ക്ലബ് ശക്തമാക്കാനായിട്ട് ടാർഗറ്റ് വളരെ അത്യാവശ്യമാണ്. മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ 5000 PV ടാർഗറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ വേൾഡിന്റെ പ്രവർത്തനം ഭയങ്കര ശക്തമാകും. അതൊരു ടാർഗറ്റാണ് ഡയമണ്ട് ക്ലബ്. അതുപോലെ ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവർക്ക് ടീമിൽ റെസ്പെക്ട്, റെക്കഗ്നേഷൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നിവ ആയിട്ട് വളരും. നമ്മൾ ഓരോ ടാർഗറ്റുകളൊക്കെ ചെയ്ത് നമ്മൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ കഴിവ് വർദ്ധിക്കും. അപ്പൊ ഞാനും എൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഞാനിങ്ങനെ ഇത് ജിനീഷ് സാർ പഠിപ്പിച്ചു തന്ന സാധനം ഇതുപോലെ കളർഫുള്ളാക്കി ഞാനത് എൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാനാണ്. ആ കഴിവ് നിങ്ങളിലേക്ക് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിത് ഉപകാരപ്രദമാവും. ഇപ്പൊ ഞാൻ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഓരോ ഷോപ്പിൽ നടത്തി കഴിഞ്ഞപ്പോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ഈ ഷാളൊക്കെ ഇട്ട് ആദരിക്കുന്ന ഷോപ്പുകാര്. ഇപ്പൊ എല്ലാവരും മിക്ക ഷോപ്പിലും ആദരവൊക്കെ കിട്ടി തുടങ്ങി. മറ്റത് തന്നെ ആരും കണ്ട ഭാവം പോലും വെക്കാറില്ലായിരുന്നു. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടി ഇരിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറ്റിയെടുത്തത് ആരാണ്? ജിനേഷ് സാറും ഈ ടാർഗറ്റുകളുമാണ്. മനസ്സിലായ? കമ്പനി റെക്കഗ്നേഷൻ ആൻഡ് ബോണസ് ലഭിക്കാൻ കൺസിസ്റ്റന്റ് ടാർഗറ്റ് അച്ചീവേഴ്സിന് കമ്പനി പ്രോഗ്രാംസ്, ബോണസ്, പിന്നെ സ്റ്റേജ് റെക്കഗ്നേഷൻ എന്നിവ ലഭിക്കാനായിട്ട് ഈ ടാർഗറ്റുകൾ ഒരുപാട് ഗുണം ചെയ്യും. ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് വീട്, കാറ്, ഫിനാൻഷ്യൽ ഫ്രീഡം, മന്ത്ലി ഇൻകം പോലുള്ള ഡ്രീംസ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ഒരുപാട് ആഗ്രഹമില്ലേ, നമുക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു കാറ് മേടിക്കണം, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിവാഹം, ഇങ്ങനെയൊക്കെയുള്ള നല്ല കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ഇല്ലേ. നമ്മൾ ജോലിക്ക് പോയയിടത്തുനിന്ന് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വില കൊടുക്കാൻ പറ്റുമോ? ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് എങ്ങനെയെങ്കിലും മാസം കഴിച്ചു കൂട്ടാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ RCMൽ വന്നിട്ട് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്വപ്നങ്ങൾക്കൊക്കെ ഒരു വിലയുണ്ടാവും. അത് നടപ്പിലാവും. എനിക്ക് ഇതിലൂടെ നടപ്പിലാക്കാൻ പറ്റും. പക്ഷെ അത് നടപ്പിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ടാർഗറ്റുകൾ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പും അത് പ്രവൃത്തിയിലും കൊണ്ടുവരണം അല്ലേ? അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങണം. RCMൽ ടെർമിനേറ്റ് ID ആക്ടിവേഷൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഒരു ID ടെർമിനേറ്റ് ആയാൽ ആ വ്യക്തിയുടെ ബിസിനസ് ബെനിഫിറ്റ് എല്ലാം നിലയ്ക്കും, ഒന്നും കിട്ടില്ല. വീണ്ടും ആക്ടിവേഷൻ ചെയ്താൽ ആ ബെനിഫിറ്റുകളൊക്കെ തിരികെ ലഭിക്കും. പഴയ ടീം നെറ്റ്വർക്ക് സംരക്ഷിക്കാൻ ഒരാളുടെ ID ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് അത്രയും സീനിയോറിറ്റി കിട്ടും. അയാളുടെ താഴെ വന്നിരിക്കുന്ന അയാൾ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത് അയാൾക്ക് നമുക്ക് RCM നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് RCM എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഏറെക്കുറെയുള്ള കഴിവുകൾ നമുക്ക് വിജയകരണത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അതനുസരിച്ച് നമ്മൾ ആ ആൾക്കാരെ വിളിച്ചിട്ട് പറയണം. കഴിഞ്ഞ ദിവസം ജിനേഷ് സാറ് ഒരു ലെറ്റർ എനിക്ക് അയച്ചു തന്നിരുന്നു. ആ ലെറ്ററിൽ ഇങ്ങനെയാണ് പറയുന്നത്:
സാറ് ഞാൻ RCMൽ ജോയിൻ ചെയ്തപ്പോൾ എന്നോടൊപ്പം സാറും ജോയിൻ ചെയ്തിരുന്നു. അതെനിക്ക് സാറിന് RCM എന്താണെന്ന് പറഞ്ഞു തരാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ RCM വളരെ വളർച്ച ഭയങ്കര സ്പീഡിലായിരിക്കുന്നു. ഒരുപാട് ആനുകൂല്യങ്ങളും എല്ലാം കിട്ടും. സാറിന്റെ ടീമിൽ തന്നെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത്രയും സീനിയോറിറ്റി സാറിന് ലഭിക്കും. അതുകൊണ്ട് സാറിന്റെ ID ആക്റ്റീവ് ആക്കണം. വളരെ സിമ്പിളാണ്. മറ്റേ പണ്ട് ID ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് മറ്റേ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് 3-4 ദിവസമൊക്കെ പിടിക്കും. പിന്നെ അത് വേണ്ട, 1000 രൂപയുടെ സാധനങ്ങൾ മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ സാറിന്റെ ID ആക്റ്റീവ് ആവും. എന്താണ് സാറിനെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കൊരു അവസരം തരാന്നുണ്ടെങ്കിൽ സാർ എന്നാണ് ഫ്രീ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിൽ കാണാമായിരുന്നു എന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി അയാളുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തായാലും നിങ്ങളെ വിളിക്കും കേട്ടോ. അപ്പൊ ID ടെർമിനേറ്റ് ആയാൽ താഴെയുള്ള ടീം മൂവ്മെന്റ് ബാധിക്കാൻ ആക്ടിവേഷൻ ചെയ്താൽ നെറ്റ്വർക്ക് വീണ്ടും ആക്റ്റീവ് ആവും. അപ്പൊ ID ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വർക്ക് ലോഡ് കുറഞ്ഞു. ഒരു ലീഡറെ കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടുകയാണ് കേട്ടോ. ബോണസ് ഇൻകം തുടരാനായിട്ട് മന്ത്ലി ബോണസ്, റോയൽറ്റി ഇൻകം, ലീഡർഷിപ്പ് ഇൻകം എന്നിവ വീണ്ടും ലഭിക്കാൻ ID ആക്ടിവേഷനിലൂടെ ടെർമിനേറ്റ് ആയ ID ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കും. അപ്പൊ അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ടീം മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ ഇന്നാക്റ്റീവ് ആയ ആളുകൾ വീണ്ടും ആക്റ്റീവ് ആകുമ്പോൾ ടീമിന് പുതിയ എനർജി ലഭിക്കും. ഉണ്ടാവും. ആ പഴയ ആൾക്കാരൊക്കെ വീണ്ടും ആക്റ്റീവായിട്ട് നമ്മുടെ ടീമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ചാർജ് ആവും. ബിസിനസ് കണ്ടിന്യൂറ്റി നിലനിർത്താനായിട്ട് റെഗുലർ ബിസിനസ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ ID ആക്റ്റീവ് നല്ല നല്ല കാര്യമാണ്. അതുപോലെ തന്നെ റാങ്ക് റെക്കഗ്നേഷൻ സംരക്ഷിക്കാൻ ബിഗിനർ മുതൽ സ്റ്റാർ പ്ലാറ്റിനം വരെ പോലുള്ള റാങ്ക് ജേണി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ID ആക്ടിവേഷൻ സഹായിക്കും. അയാള് ചിലപ്പോൾ ഒരു 1,70,70,000 PV നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ID ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അയാളെ അടുത്ത റാങ്കിലേക്കൊക്കെ എത്തിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഇന്ന് മുതൽ നിങ്ങളുടെ ടീമിൽ ID ടെർമിനേറ്റ് ആയ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ വിളിച്ചു പറയുക. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. കമ്പനി പ്രോഗ്രാം ആൻഡ് ഓഫേഴ്സ് ലഭിക്കാൻ മീറ്റിംഗ്, ടൂർ, റെക്കഗ്നേഷൻ പ്രോഗ്രാം, പ്രൊമോഷൻ എന്നിവയിൽ പങ്കെടുക്കാനായിട്ട് ID ആക്റ്റീവായ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ടെർമിനേറ്റ് ആയ ആൾക്കാർക്ക് പറ്റില്ല. അപ്പൊ അത് അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ടൂറ് പോകാം, ഇങ്ങനെ നല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ID ആക്റ്റീവ് ആക്കിയായിരിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. പഴയ ID ആക്റ്റീവ് ചെയ്യുന്നത് ലീഡർഷിപ്പ് സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കും. കസ്റ്റമർ ആൻഡ് പ്രൊഡക്റ്റ് മൂവ്മെന്റ് നിലനിർത്താൻ, ഡെയിലി യൂസ് പ്രൊഡക്റ്റ് സ്ഥിരമായ മൂവ്മെന്റ് ഉണ്ടാക്കാൻ ഈ ടെർമിനേറ്റ് ആയ ID സഹായിക്കും. കാരണം അതിലൂടെ നമുക്ക് പർച്ചേസ് വോളിയം കൂടുതൽ കിട്ടൂലേ നമ്മുടെ ടീമിൽ. അപ്പൊ നിങ്ങളുടെ കമ്മീഷൻ ലെവലൊക്കെ മാറൂലേ. പുതിയ ഒരാളെ RCMലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും എളുപ്പമല്ലേ ഒരു ID ടെർമിനേറ്റ് ആയ ഒരു ID ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ. അവരെ നല്ല വിശദമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോൾ RCMന്റെ കാര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം കേട്ടോ. RCMന്റെ ഹോം വിസിറ്റിംഗ് വിത്ത് ഫാമിലി ആയിട്ട് ചെയ്യണം. പുതിയതായി ജോയിൻ ചെയ്തവരുടെ വീട്ടില് ഹോം വിസിറ്റിംഗ് ചെയ്യാൻ പറയുന്നത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും കോൺഫിഡൻസ് നൽകാനുമാണ്. ഇപ്പൊ നിങ്ങൾ ഒരാളെ പുതിയതായിട്ട് ജോയിൻ ചെയ്യിച്ചു. സാധാരണ RCMൽ പുതിയതായിട്ട് ഒരാളെ ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും അവരുടെ വീട്ടിലേക്ക് പോകില്ല, അവരായിട്ട് സംസാരിക്കില്ല. അവർ നമ്മളുടെ ശത്രുവായിട്ട് നമ്മൾ കാണാറുള്ളൂ. അതിനു മുമ്പ് വരെ നമ്മൾ RCMലേക്ക് വരണം വരെ നമ്മൾ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും ഭയങ്കര പുറകെ നടന്ന് ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അത് പറ്റില്ല. ഇന്നു മുതൽ നിർബന്ധമാണ് ഈ കാര്യങ്ങൾ. നിങ്ങൾ RCMൽ ഒരാളെ ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി ആയിട്ട്, അതായത് നിങ്ങൾ ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയോ ആയിട്ട് അവരുടെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയി അവരോട് സംസാരിക്കണം. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും കോൺഫിഡൻസ് നൽകാനും വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശരിയായ രീതിയിൽ ചെയ്താൽ ബിസിനസ് ഗ്രോത്തിന് ഇത് വളരെ സഹായകരമാണ്. സ്നേഹത്തോടു കൂടി പെരുമാറണം. അവിടെ ചെന്നിട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾ ടൈം എൻട്രി ചെയ്തില്ലല്ലോ ഇത് പറഞ്ഞ് ഇങ്ങനെയൊക്കെ കിടന്ന് ഒച്ചപ്പാടൊന്നും എടുക്കരുത്. വളരെ
സ്നേഹത്തോടു കൂടി സൗമ്യമായിട്ട് വളരെ നല്ല രീതിയിൽ അവരോട് പെരുമാറണം കേട്ടോ. പുതിയ ആളുകൾക്ക് ഒറ്റപ്പെട്ട ആ ഫീലിംഗ് ഒക്കെ അങ്ങോട്ട് കുറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്സിൽ ജോയിൻ ചെയ്തത് ഞാൻ ആ പുള്ളി പറഞ്ഞിട്ട് ജോയിൻ ചെയ്താണ്, ഒന്നും പറയണ്ട. ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു ഫീലിങ്ങിൽ നമ്മള് ഭാര്യയും ഭർത്താവും കൂടി ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്തുണ്ട്, ഞങ്ങള് ഈ വഴിക്ക് പോയപ്പോ ഇതിലൊന്ന് കയറിയതാണ്. അപ്പൊ നമ്മുടെ ബാഗിൽ എപ്പോഴും അതിന്റെ കാറ്റലോഗുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് സാറ് ആർട്സിലേക്ക് വന്നത് അടിപൊളിയായി. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷാൾ അണിയിച്ച് വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്ന നല്ലതായിരിക്കും. സാറ് ആദ്യമായിട്ട് ആർട്സിലേക്ക് വന്നതല്ലേ, കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും സാറിന് ഞങ്ങളുടെ ആർട്സിലേക്ക് എന്തായാലും ഞങ്ങളൊരു അംഗീകാരം തരുന്നുണ്ട്. നമ്മളൊന്ന് ഇത് കമ്പനിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷാളൊക്കെ എടുത്ത് ആ പുതിയ അതിഥിയെ ഒന്ന് സ്വീകരിക്കുക. അപ്പൊ അവർക്കൊരു ആത്മവിശ്വാസം കൂടും. ഞാൻ വന്നിരിക്കുന്ന ഒരു നല്ലൊരു പ്രസ്ഥാനത്തിലാണല്ലോ. അപ്പൊ എന്നിട്ട് അവർക്ക് ആ ബിസിനസ് ഉണ്ടായി. ഇപ്പൊ ഇവിടെ ഈ ഫോട്ടോയിൽ തന്നെ കാണുന്നില്ലേ, രണ്ടുപേര് ഇരുന്നിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത്യാവശ്യം വേണ്ട മാർക്കറ്റിംഗ് പ്ലാനും ഒരു 10 ഉൽപ്പന്നങ്ങളുടെ വില വ്യത്യാസവും അവരുപയോഗിച്ച 5-6 ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും മാത്രം പറയാം. വരുമാനത്തിന്റെ കാര്യമൊന്നും പറയണ്ട. അത് കഴിഞ്ഞ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അവരുടെ വീട്ടിൽ ചെല്ലാം. ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായാലും നമ്മളുടെ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്, അപ്പൊ ഞാനത് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. സാറ് വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വരണം. നല്ലൊരു കാര്യമായിരുന്നു. അവിടെ വന്നു കഴിഞ്ഞാൽ സാറിന് കുറച്ചും കൂടി നമ്മുടെ ഈ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരു കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ആർട്സിലെ ഒരു ഗ്രേറ്റ് ലീഡറാണ് വരുന്നത്, ഞങ്ങളെയൊക്കെ വളർത്തി ഈ ലെവലിൽ എത്തിച്ചിട്ടുള്ള ഒരു ലീഡറാണ് വരുന്നത് എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ആത്മവിശ്വാസം കിട്ടും. ഓക്കെ. ഹോം വിസിറ്റിംഗ്, ഡിസ്പ്ലേ വാള്, ഹോം മീറ്റിംഗ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ഇങ്ങനെ നമ്മളൊരു ഡിസ്പ്ലേ വാള് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. സിമ്പിൾ അല്ല. ഇവിടെ ഷോക്കേസ് വെറുതെ നടത്തി ട്രോഫികളൊക്കെ അല്ലേ ഇരിക്കുന്നത്. ഒരു കുറച്ച് നാളത്തേക്ക് ഈ ട്രോഫികളെല്ലാം ഒരു ബോക്സിൽ നല്ല ഭദ്രമായിട്ട് അടച്ചിട്ടിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് 3 മാസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട് അതിന് നമുക്ക് ഒരു ചെറിയ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം. നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ വളരെ ലളിതമായിട്ടൊക്കെ പറയാം. എന്നിട്ട് ഒരു വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് അവരെ സഹായിക്കണം. അതുപോലെ അതിലൂടെ നമുക്ക് ടീം ബിൽഡിംഗ് ശക്തമാക്കാൻ പറ്റും. നമ്മള് ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റം, നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പണി എളുപ്പമാവും ഈ ഹോം വിസിറ്റിങ്ങിലൂടെ കേട്ടോ. ഉദാഹരണത്തിന് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ജോയിൻ ചെയ്താൽ അവരുടെ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ ബിസിനസ്സിൽ കൂടുതൽ ആക്റ്റീവ് ആകാനായിട്ട് സഹായകരാകും കേട്ടോ. അപ്പൊ ഫാമിലിയുടെ സപ്പോർട്ടും അവരും മുഖാന്തരം അടുത്തുള്ള അവരുടെ സ്വന്തക്കാരുടെ ഫാമിലിയും എല്ലാം ഇതിനകത്തേക്കൊക്കെ വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ഈ രീതിയിൽ വേണം, ഇതൊരു സേവന പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം കേട്ടോ. ഒരു ബിസിനസ് മൈൻഡ് അല്ലാതെ ഒരു സേവന പ്രവർത്തനം, ഒരു സൗഹൃദ, ഒരു നമ്മുടെ കുടുംബത്തിലേക്കുള്ള ഒരു അതിഥി വന്നിരിക്കുന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ ഈ ഒരു ഹോം വിസിറ്റിങ്ങിനെ കാണണം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഹോം വിസിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മുൻകൂർ പെർമിഷൻ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് നല്ല കാര്യമായിരിക്കും. കേട്ടോ. ഈ ഇവരോടൊക്കെ ഒരു അപ്പോയിന്റ്മെന്റും കൂടി എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്, അവിടെ ഉണ്ടാവുമോ എന്നുള്ളത്. അത് കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത സമയത്ത് വേണം പോവാനായിട്ട്. പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ടാവരുത്. ഞങ്ങൾ അവിടെ വന്നിട്ട് അവിടെ ഉണ്ടാവണോട്ടോ, പോരട്ടോ ഇങ്ങനെ പറയാം. വളരെ ലളിതമായിട്ട് സാർ ഇന്ന് അവിടെ വീട്ടിലുണ്ടാവില്ലേ? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഞാനും വൈഫും കൂടി ഇന്ന് അതിലേ വരുന്നുണ്ട്. അപ്പൊ സാറിന് കാണാൻ പറ്റുമോ എന്നുള്ള അറിയാൻ വേണ്ടി. കുറച്ച് നാളായില്ലേ കണ്ടിട്ട്, ഇത്ര ദിവസമായില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ഫോഴ്സിൽ അത് വളരെ ലളിതമായിട്ട് സംസാരിക്കണം. എപ്പോഴും റെസ്പെക്റ്റ് ആയിരിക്കണം. അവരോടൊക്കെ ഭയങ്കര ബഹുമാനത്തോടു കൂടി റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. അതായത്
വളരെ ബഹുമാനത്തോടും വളരെ ആദരവോടും കൂടി മാത്രമേ സംസാരിക്കാവൂ. ഒരു കാരണവശാലും ഒരു എന്താ പറയണേ, ഒരു ദേഷ്യഭാവം ഒരു കാരണവശാലും ഉണ്ടാവുക. എപ്പോഴും ആദരവും ബഹുമാനവും കൊടുത്ത് വേണം സംസാരിക്കാൻ. കസ്റ്റമർ ഈസ് എ ഗസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാല് ഏതെങ്കിലും വലിയ TV കടയിലോ ഫ്രിഡ്ജ് കടയിലോ ഒക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ആദരിച്ചു കൊണ്ടുപോയി ഭയങ്കര ടിവിയെ കുറിച്ചുള്ള വിവരണങ്ങളും ഫ്രിഡ്ജിനെ കുറിച്ചുള്ള വിവരണങ്ങളും ഇതെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓഫർ എന്തിനു പറയുന്നു. നമ്മള് ആ കടയിൽ നിന്ന് നമ്മൾ വേണ്ട എന്ന് തീരുമാനിച്ചിറങ്ങിയാലും അടുത്ത പെട്ടിവണ്ടിയിൽ സാധനം കയറ്റി നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വരും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന പുതിയ ജോയിനിങ് നമ്മുടെ ഒരു നല്ലൊരു കസ്റ്റമറാണ്. ആ കസ്റ്റമറെ നമ്മൾ മാക്സിമം ബഹുമാനിച്ച് ആദരിച്ച് നല്ല രീതിയിൽ സംസാരിക്കണം. ബിസിനസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓവർ പ്രോമിസ് ചെയ്യരുത്. അനാവശ്യമായിട്ട് വലിച്ചു നീട്ടി കുറേ സംസാരിച്ച് കുറേ ഓഫറുകളൊക്കെ പറഞ്ഞ് അവരെ തലയ്ക്ക് ഭ്രാന്തെടുപ്പിക്കരുത്. വളരെ ലളിതമായിട്ടും വളരെ കുറച്ച് കാര്യങ്ങൾ പറയാ. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമേ പറയാവൂ. ഓവറായിട്ട് കയറി ചാടി കീറി മുറിച്ച് വെട്ടി മുറിച്ചൊന്നും പറയാതിരിക്കുക. എന്താ, വളരെ ലളിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ. ഈ ചില മന്ത്രിമാര് പറയില്ലേ, കുറച്ച് സമയം കൂടുതൽ പ്രവർത്തനം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പ്രവർത്തനം. ഓക്കെ, ആ രീതിയിൽ ചെയ്യണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഹോം വിസിറ്റിങ്ങിന് ചെയ്യേണ്ട കാര്യങ്ങൾ. RCM പോലെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ മീറ്റിംഗ്, സൂം പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ 312ാമത്തെ ദിവസം നിങ്ങൾ ഈ സൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശരിക്കും ഈ 312 ദിവസം കൊണ്ട് നിങ്ങളിൽ വലിയൊരു മാറ്റം വന്നിട്ടില്ലേ? നിങ്ങൾ സ്വയം മനസ്സിരുത്തി പരീക്ഷിച്ച് വീക്ഷിച്ചൊക്കെ നോക്കുക. നിങ്ങളിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ട് ഈ ബിസിനസ്സിൽ നിന്നുള്ളത്. കാരണം ഈ ബിസിനസ് പ്രൊഡക്റ്റ് മാത്രമല്ല, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയും സിസ്റ്റം ഫോളോ ചെയ്യുകയും ചെയ്യുന്ന റിലേഷൻഷിപ്പ് ബേസ്ഡ് ബിസിനസ്സാണ്. ഈ ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് വളരുള്ളൂ. നല്ല റിലേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം, സൂം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുത്ത് നമ്മുടെ മനസ്സിങ്ങനെ വെള്ളിത്തളിക, സ്വർണ്ണത്തളിക പോലെയാകും. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മളുടെ പ്രവർത്തനത്തിലും സംസാരത്തിലും എല്ലാം മാറ്റം വരും. അതിലൂടെ നമുക്ക് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ആ ആളിലേക്ക് പെട്ടെന്ന് പോസിറ്റീവ് എനർജി ചെന്ന് ആ ആള് നമ്മുടെ ബിസിനസ്സിലേക്ക് പെട്ടെന്ന് വരും. നമ്മുടെ കുടുംബത്തിൽ മാറ്റം വരും. കുടുംബത്തിൽ എല്ലാവരും ഭയങ്കര സ്നേഹവും ഒക്കെ ആയിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നോളേജ് ട്രെയിനിങ് കൂടുതൽ ലഭിക്കും. പ്രൊഡക്റ്റ് PV, ഇൻകം സിസ്റ്റം, ലീഡർഷിപ്പ്, കോച്ചിങ് ടെക്നിക്സ് എന്നിവയൊക്കെ പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ പറ്റും. മോട്ടിവേഷൻ ആൻഡ് കൺസിസ്റ്റൻസി വർദ്ധിക്കും. റെഗുലർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യാനുള്ള എനർജിയും കോൺഫിഡൻസും കൂടുതലായിരിക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഒരു സംശയം വേണ്ട. ഞാനിപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ. ഞാൻ പലപ്പോഴും ജിനേഷ് സാറിനോട് ചോദിച്ചിട്ടുണ്ട്, ഓരോ മീറ്റിംഗിലും ഓരോരുത്തർ ഈ സ്ലൈഡ് കാണിക്കുന്നു. സാറേ, ഇത് എങ്ങനെയാണ് സാറേ ഇവർ ഈ സ്ലൈഡ് ഉണ്ടാക്കുന്നത്? ഇത് എന്ത് ടെക്നിക്കാണ്? ഇതുപോലെ നമുക്ക് പറ്റിയിരുന്നെങ്കിൽ. ഞാൻ ഈ പ്രൊജക്ടറും ഇങ്ങനെ സ്ക്രീനും കൊണ്ടുനടന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഈ ഷമീർ സാറ് കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്. എന്താ കാരണം? തിരൂര് പ്രോഗ്രാം ഷമീർ സാർ എടുത്തു. ഞാനപ്പോ ആദ്യമായിട്ട് ഞാനും റഷീദ് സാറും ഷമീർ സാറും കൂടി പോവാണ്. അവിടെ ചെന്ന് ബോർഡൊക്കെ കൊണ്ട് കാണിച്ചു, എല്ലാം മറ്റു കാണിച്ചിട്ടുണ്ട്. എനിക്കങ്ങോട്ട് തൃപ്തി വരുന്നില്ല. ഇതെങ്ങനെ ഇവരെ എഴുതി കാണിച്ചിട്ട് ഇവർക്ക് മനസ്സിലാവണം. അപ്പൊ ഈ കറൂറ്റിയിൽ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇവരിങ്ങനെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അതുപോലെ തന്നെ കാണിക്കണം. ഞാനിത് എന്ത് ചെയ്യും? അപ്പോഴാണ് അവിടെ നിന്നിട്ട് നമ്മുടെ മുഹമ്മദ് അലി സാർ പറയുന്നത്, ഇവിടെ ഒരു ഗൾഫ് മാർക്കറ്റ് ഉണ്ട്, തിരൂര് ഒരു ഗൾഫ് മാർക്കറ്റ് ഉണ്ട്, അവിടെ ഭയങ്കര കുറെ സാധനങ്ങൾ കിട്ടും. അപ്പൊ രണ്ടാമത്തെ തവണ പോയപ്പോ ജിനേഷ് സാർ ഉണ്ടായിരുന്നു. ജിനേഷ് സാറെ, നമുക്കൊന്ന് ഗൾഫ് മാർക്കറ്റ് വരെ പോകാം. അങ്ങനെ ആ ഗൾഫ് മാർക്കറ്റിൽ പോയി ഞാൻ പ്രൊജക്ടർ മേടിച്ചു.
ഇതിന്റെ മൈക്കുകളൊക്കെ മേടിച്ചു. ഏഹ് ഞാനും തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിത മാഡം, നമ്മുടെ ചെറായിലുള്ള അനിത മാഡം എന്നെ ChatGPT പഠിപ്പിച്ചിരുന്നത്. ആ ChatGPT-യിലൂടെ ഞാൻ എൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു. അത് ആരോ ഒരാൾ പോസ്റ്റർ ഉണ്ടാക്കുന്നത് എന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ സ്ലൈഡ് ഉണ്ടാക്കി. ഇന്ന് ഞാനിപ്പോൾ ഈ ഇങ്ങനെ ഈ സ്ലൈഡിലൂടെ നിങ്ങളുടെ മനസ്സ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് തുറന്നിട്ടുണ്ടാവും, ഒരു സംശയവും എനിക്ക് ഇല്ല. കാരണം നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു നല്ല വെളിച്ചം ഈ ഒരൊറ്റ സൂമിലൂടെ വന്നു കാണും. നിങ്ങൾ അതുപോലെ ശക്തമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കും. ഈ മാസം ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശക്തമായ PV ആയിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മീറ്റിങ്ങുകൾ, സൂം മീറ്റിങ്ങുകൾ വളരെ പ്രധാനമാണ്. എത്ര മീറ്റിങ്ങുകളിൽ നിങ്ങൾ പങ്കെടുക്കണോ നിങ്ങളുടെ സ്വർണ്ണ തളികയായിട്ട് മാറും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ലീഡേഴ്സിനോട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ലഭിക്കും. നമ്മൾ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുത്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ലീഡേഴ്സ് നമ്മളെ ശ്രദ്ധയിൽപ്പെടും. കുറെ പുതിയ ആൾക്കാർക്ക് നമുക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ കൂടെ വന്നിരിക്കുന്നവരെ സൂമില് അല്ലെങ്കിൽ ഷോപ്പ് മീറ്റിംഗ് കാണുമ്പോൾ പുതിയ ആളുകൾ ബിസിനസ് മനസ്സിലാക്കാൻ സാധ്യമാവും. ടീം കണക്ഷൻ ശക്തമാകും. ഇപ്പൊ ഈ സൂമിലൂടെ വിജയകരണം സൂമിലുള്ള ആൾക്കാർ എവിടെ കണ്ടാലും എന്ത് സ്നേഹത്തോടു കൂടിയാ പെരുമാറണേ. കാരണം അവരൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയല്ലേ. ഈ വിജയകരണം ഇല്ലായിരുന്നുണ്ടെങ്കിൽ പരസ്പരം നിങ്ങൾ സംസാരിക്കുമായിരുന്നോ, മിണ്ടുമായിരുന്നോ, കാണുമായിരുന്നോ? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഓരോ മീറ്റിങ്ങുകൾ ചെല്ലുന്ന വിജയകരണത്തിൽ ആൾക്കാർ തമ്മിൽ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷ പ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം. അപ്പൊ മീറ്റിങ്ങുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മീറ്റിങ്ങുകളിൽ ഇന്നു മുതൽ പങ്കെടുക്കാൻ, എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച്, നമുക്കൊരു പട്ടാളത്തിലാണ് ജോലി. എൻ്റെ മോൻ പട്ടാളത്തിലാണ് ജോലി. അവൻ ആസാമിലും അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുന്നു. അവൻ പോകില്ല എന്ന് പറഞ്ഞു, അയ്യോ അവിടെ വരെ പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവന് ഒരു വരുമാനമില്ല. അന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു പട്ടാളത്തിലാണ് ജോലി. അപ്പൊ നമ്മുടെ ഒരു ഓർഡർ ഇട്ടേക്കാണ്, കേണൽ ഓർഡർ ഇട്ടേക്കാണ്, ഇന്ന സ്ഥലത്ത് പോയി യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന പോലെ ഇന്ന് 4 വർഷത്തില് 8, 9, 10 3 ദിവസങ്ങളിൽ 6 മണി തൊട്ട് 8 മണി വരെ നിങ്ങൾക്ക് അവിടെ ഡ്യൂട്ടിയാണ്, നിങ്ങൾ അവിടെ പോയി പോകണം എന്ന് പറഞ്ഞ് ഒരു ഓർഡർ ഇട്ട് നിങ്ങൾ പോകണം. എങ്ങനെയും പോകണം. ഏത് സാഹചര്യത്തിനെയും തരണം ചെയ്ത് എന്താ പറയണേ, അത് പോയി പഠിച്ചെടുക്കണം. അത്ര സൂപ്പർ ക്ലാസ്സുകളാണ് ഇനി വരുന്ന 3 ദിവസത്തെ കേട്ടാ. ഓക്കെ. അപ്പൊ മീറ്റിങ്ങുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വിജയകരണത്തിന്റെ അധികായന്മാരെ കണ്ടില്ലേ? അശോകൻ സാറ്, വിജയ് സാറ് നടുക്ക് നല്ല ഒരു സിംഹത്തെ പോലെ നിൽക്കണ നിൽപ്പ് കണ്ടില്ലേ? അതിന് ചുറ്റുമണികള് 4 പേര്. ഈ 4 തൂണുകൾ കൂടിയാണ് ഈ വിജയകരണം 312 ദിവസം കൊണ്ടുപോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്ത് പവർഫുൾ മീറ്റിംഗ് ആണ് അല്ലേ? അപ്പൊ എല്ലാം തെളിവ് സഹിതമാണ്. RCM ബിസിനസ് മീറ്റിംഗ് സൂം പ്രോഗ്രാം അത്യാവശ്യമാണ്. റെക്കഗ്നേഷൻ ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവും. നമ്മുടെ മനസ്സൊക്കെ മാറും. ഹോം മീറ്റിംഗ് സപ്പോർട്ട് ലഭിക്കും. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വീട്ടില് പ്ലാൻ എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു കോൺഫിഡൻസ്, അതിനൊരു ഉദാഹരണമാണ് ഇന്നലെ നമ്മുടെ ബീന മാഡം, രുക്മിണി മാഡവും കൂടി ഇവിടെ നമ്മുടെ മുമ്പിൽ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് പറവൂര് വന്ന് അവരൊരു ബുക്ക് സ്റ്റാളിൽ കയറി 2 ബോർഡൊക്കെ മേടിച്ച് അവർ വീട്ടിൽ പോയി അവർ മീറ്റിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇനിയുള്ള ഷോപ്പുകളിലൊക്കെ അവരെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടാണ് ക്ലാസ് എടുപ്പിക്കാൻ പോകുന്നത്. ഞാനിതെല്ലാം എൻ്റെ ഒരു സർക്കിൾ മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കസേരയിലിരിക്കും. പിന്നെ നിങ്ങളാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിനുള്ള ട്രെയിനിങ് ആണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. ഓക്കെ. അതുപോലെ ടീം ബിൽഡിംഗ് ശക്തമാവും എപ്പോഴും. നമ്മൾ ഈ ഹോം മീറ്റിങ്ങുകളും സൂം മീറ്റിങ്ങുകളും ഇതിനകത്തൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ ടീം ബിൽഡിംഗ് ശക്തമാവും. ആ ഫോട്ടോ ഒക്കെ നോക്കി കണ്ടില്ലേ? ആ സ്ലൈഡിലുള്ള ഫോട്ടോകൾ കണ്ടോ? ഓരോന്നും നോക്കി അടിപൊളിയല്ലേ? RCM ബിസിനസ് വളരാൻ മീറ്റിംഗ് ആൻഡ് സൂം പ്രോഗ്രാം വളരെ പ്രധാനമാണ്. പക്ഷേ നമ്മുടെ ഒരു പക്ഷേ കിടപ്പുണ്ട്. മീറ്റിംഗ് മാത്രം അറ്റൻഡ് ചെയ്താൽ ഗ്രോത്ത് ഉണ്ടാകില്ല. മീറ്റിംഗ് മാത്രം
അറ്റൻഡ് ചെയ്താൽ ഗ്രോത്ത് ഉണ്ടാകില്ല. അതോടൊപ്പം പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, ഡെയിലി ഷെയർ ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം, പുതിയ ആളുകളെ കാണണം, കൺസിസ്റ്റൻസി ആക്ഷൻ എടുക്കണം. നമ്മൾ ഈ മീറ്റിങ്ങുകളിലും പ്രോഗ്രാമുകളിലും കേട്ട വിവരങ്ങളനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, ഡെയിലി ഷെയർ വേണം, ഫോളോ അപ്പ് വേണം, പുതിയ ആളുകളെ കാണണം, കൺസിസ്റ്റൻസി എടുക്കണം. അതായത് മീറ്റിംഗ് ആൻഡ് സൂം പ്രോഗ്രാം എപ്പോഴും ഒരു ഫ്യൂവല് പോലെയാണ്, പെട്രോള് പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരോട് സംസാരിക്കാനുള്ള ഊർജം കിട്ടുന്നത് മീറ്റിങ്ങുകളാണ്. ആ മീറ്റിങ്ങുകൾ ഒരു പെട്രോളാണെന്ന് സങ്കല്പിക്കുക. ഇവിടെ ഒരു കാറ് കൊടുത്തേക്കുന്നുണ്ടോ? ആ കാർ കൊടുക്കണമെങ്കിൽ പെട്രോൾ വേണം. ആക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ മീറ്റിങ്ങുകൾ വേണം കേട്ടോ. അപ്പൊ വെഹിക്കിൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ വേണം. ഓക്കെ, അപ്പൊ എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് കേട്ടോ. പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ്. പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ് എന്നത് RCM ബിസിനസ്സിലെ പ്ലാൻ ശരിയായ രീതിയിൽ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു പരിശീലനമാണ്. കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ വേണം. പുതിയ ആളുകൾക്ക് ബിസിനസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ് വേണം. പ്രൊഡക്റ്റ്, PV, ഇൻകം സിസ്റ്റം എന്നിവ ക്ലിയർ ആയി പറയണമെന്നുണ്ടെങ്കിൽ പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ് വേണം. സംശയങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് വേണം. ഹോം മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ, ഹോം മീറ്റിംഗ് ഓപ്പൺ മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ് വേണം. ടീം ബിൽഡ് ചെയ്യാനും ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാനും, അതായത് എന്നെ പോലെ തന്നെ നിങ്ങളാവണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും എന്നെ പോലെ ആവണം. അതിനെന്ത് വേണം? പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ് വേണം. ജോയിനിങ് വർദ്ധിപ്പിക്കാനായിട്ട് പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ് വേണം. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടിരുന്നു. ഇപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് സ്വയം പ്രാക്ടീസ് ചെയ്ത് ഈ മീറ്റിങ്ങുകൾ പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്ന് സ്വയം കുറച്ച് കസേരകൾ മുന്നിൽ നിരത്തിയിട്ടിട്ട് ഒരു ബോർഡൊക്കെ വെച്ച് അവിടെ നിന്ന് ഇങ്ങനെ കസേരകളോട് സംസാരിക്കണം. കണ്ടത് ഇവിടെ ഒരാള് ക്ലാസ് എടുക്കുന്ന കണ്ടില്ലേ? അതുപോലെ ആവണം. പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ് സെൽഫ് RCM ബിസിനസ് പ്ലാനിൽ ശരിയായ രീതിയിൽ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിപ്പിക്കാൻ. സാധാരണ പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? അത് ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ ചെയ്യണം, കമ്പനി ഇൻട്രൊഡക്ഷൻ എങ്ങനെ നൽകണം, പ്രൊഡക്റ്റ് ആൻഡ് ബെനിഫിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം, PV ഇൻകം സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യണം, ഡിസ്പ്ലേ വാൾ ഡയമണ്ട് ക്ലബ് സിസ്റ്റം എങ്ങനെ ചെയ്യണം, പ്രോസ്പെക്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ക്ലോസിംഗ് ആൻഡ് ഫോളോ അപ്പ് മെത്തേഡ് എങ്ങനെ ചെയ്യണം, സ്റ്റേജ് ഫിയർ മാറ്റാനുള്ള പ്രാക്ടീസ് എങ്ങനെ ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ. ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ഈ ട്രെയിനിങ് സ്ഥിരമായിട്ട് അറ്റൻഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടും, ലീഡർഷിപ്പ് ക്വാളിറ്റി വരും, ടീം ബിൽഡ് ചെയ്യാൻ എളുപ്പമാവും, മന്ത്ലി ബിസിനസ് ഗ്രോത്ത് വർദ്ധിക്കും, മീറ്റിംഗ് കോൺഫറൻസ് ആൻഡ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ പ്ലാൻ പ്രസന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് RCM ബിസിനസ് പ്രൊഫഷണലായി തന്നെ അവതരിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പ്രധാന ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് പഠിക്കണം. ഇനി നമ്മൾ ഈ സ്ലൈഡുകളുടെ ഇതെല്ലാം ആ ഒരു സർക്കിള് കുറേയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ ഷോപ്പിലും നമ്മൾ പിന്നെ പഠനക്കളരിയാണ് നമ്മൾ തുടങ്ങാൻ പോണത് കേട്ടോ. എല്ലാ ഷോപ്പിലും ബോർഡ് വെച്ച് എഴുതിക്കുന്ന ഒരു പഠനക്കളരി വരും ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങും കേട്ടോ. പിന്നെ ഷോപ്പുകളിലെ മീറ്റിംഗ് ഓരോ ആഴ്ചകളിലും എൻ്റെ വെച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ ആ ദിവസം എൻ്റെ പ്രോഗ്രാം ആ ഷോപ്പിൽ ഉണ്ടാവില്ല. പകരം നമ്മൾ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ പ്രോഗ്രാമിന്റെ ആളില് എല്ലാവരും വരിക അന്നത്തെ ദിവസം കേട്ടോ. ഓക്കെ, ഡ്യൂപ്ലിക്കേഷൻ. നമ്മൾ ഈ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സും ഇത് തന്നെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരെ പെട്ടെന്ന് വർദ്ധിക്കും, വളരും കേട്ടോ. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യം പക്ഷെ അതേ സിസ്റ്റം ടീം അംഗങ്ങൾക്ക് പഠിപ്പിച്ച് അവരെ ഉഷാറാക്കി കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ടീം ഡെവലപ്പ് ആവും.
സിസ്റ്റം ഫോളോ ചെയ്യാനുള്ളത് വളരെ എളുപ്പമാവും. പുതിയ ആളുകൾക്കും അതേ രീതിയിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പ്ലാൻ കാണിക്കുകയും ചെയ്യുന്നതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടീം വളരെ പെട്ടെന്ന് വളരും. നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യരുത്. നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്ത് നമ്മൾ എന്താണ് എന്നുള്ള നമ്മളൊരു ലീഡറായി എന്തൊക്കെ ചെയ്തോ അതെല്ലാം തന്നെ നമ്മുടെ ടീമിനെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഡ്യൂപ്ലിക്കേഷൻ ആണ് വലിയ ടീം, വലിയ ഇൻകം, ദീർഘകാല ലീഡർഷിപ്പ് ആണ് ഓരോ ബിസിനസിന്റെയും വിജയം കേട്ടോ. വലിയ വരുമാനം കിട്ടണം, ഈ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, ആർസിഎമ്മിൽ വിജയിക്കാൻ ഡ്യൂപ്ലിക്കേഷൻ എന്തിനാണ്? ടീം ഫാസ്റ്റായി വളരാൻ ഒരാളെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാർ ആർസിഎമ്മിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരാളുടെ പുറകെ കടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ആജീവനാന്ത കാലം. അത് പറ്റില്ല. ഒരാളെ മാത്രം ആശ്രയിച്ചാൽ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ടീം മെമ്പേഴ്സ് കൂടി വർക്ക് ചെയ്താൽ ബിസിനസ് കൂടുതൽ വർക്ക് ചെയ്യും. അതായത് നല്ല ആക്റ്റീവായ ആൾക്കാരുടെ പുറകെ ഇങ്ങനെ കൂടുതൽ ആൾക്കാരുടെ പുറകെ ഇങ്ങനെ നമ്മുടെ ടീമിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടേയിരിക്കണം കേട്ടോ. എപ്പോഴും ഒരാളെ മാത്രം ആശ്രയിച്ചേക്കരുത്. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, ഞാൻ എൻ്റെ എ സൈഡിലുള്ള ഷോപ്പുകളിൽ മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്, എൻ്റെ ബി സൈഡിലുള്ള ഷോപ്പുകളിൽ മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്, എൻ്റെ ക്രോസ് ലൈനിലുള്ളവർക്ക് ഞാൻ മീറ്റിംഗ് കൊടുക്കുന്നുണ്ട്, എൻ്റെ സൂമിലൂടെ എല്ലാവർക്കും ഞാൻ മീറ്റിംഗ് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡ്യൂപ്ലിക്കേഷനിൽ ഇത് വളരെ പ്രധാന കാര്യമാണ്. ഒരാളുടെ പുറകെ മാത്രം നടക്കരുത്. എല്ലാവരുടെയും പുറകെ നമ്മൾ നടന്ന് അവരെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മളെ പോലെ ആക്കിയെടുക്കണം. അപ്പൊ പെട്ടെന്ന് ടീം വളരും. നിങ്ങളില്ലാത്ത സമയത്തും ടീം മൂവ്മെന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് നിങ്ങൾ അവിടെ ഒരു ലീഡർ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ കണ്ടില്ലേ, ഒരാളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ, പക്ഷെ അയാളുടെ കൂടെ എന്തോരം ആൾക്കാർ വർക്ക് ചെയ്യുന്നു. ഞാൻ മരിച്ചു പോയാൽ തന്നെ എൻ്റെ ടീമിലുള്ളവർ എന്നെ പോലെ ലീഡർമാരായിരിക്കും. കാരണം ഞാൻ അതുപോലെയാണ് അവരെ വളർത്തി കൊണ്ടുവന്നിരിക്കുന്നത്. ആ രീതിയിൽ ആക്കണം കേട്ടോ. ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡ്യൂപ്ലിക്കേഷൻ വഴി പുതിയ ലീഡേഴ്സ് ഉണ്ടാവും. എപ്പോഴും ഒരു ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസിന്റെ ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് ഡ്യൂപ്ലിക്കേഷൻ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മളെപ്പോലെ തന്നെ ഒരു 100 ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ? ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പോലെ തന്നെയുള്ള ലീഡർമാർ ഒരുപാട് പേര് ജനിക്കും. ടൈം ഫ്രീഡം ലഭിക്കാനായിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഏറ്റവും നല്ലതാണ്. എല്ലാ കാര്യവും ഒരാൾ തന്നെ ചെയ്യേണ്ട സാഹചര്യം കുറയും. ഈ ചില പണ്ട് ഞാൻ ഹോം ഡെലിവറി ഒരുപാട് സ്ഥലത്ത് ചെയ്തിരുന്നു. ഇപ്പൊ എന്നെ പോലെ ഹോം ഡെലിവറി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരായി. റഷീദ് സാറ്, ഷാജി സാറ്, ഷെൽന മാഡം, സിനി മാഡം, പ്രവിത മാഡം, ഇവരൊക്കെ ഇപ്പൊ ഹോം ഡെലിവറി ചെയ്തും അതുപോലെ മീറ്റിങ്ങുകൾ നടത്തി എൻ്റെ കുറേ വർക്കിലോട് കുറഞ്ഞു. അതുപോലെ നിങ്ങൾക്കും ആവാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമ്മള് മാക്സിമം ഇപ്പൊ എല്ലാ കാര്യവും ഒരാൾ തന്നെ ചെയ്യേണ്ട കാര്യം നമ്മൾ പലരെയായിട്ട് ഏൽപ്പിച്ച് അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നാൽ മതി. മന്ത്ലി PV ഇൻക്രീസ് ചെയ്യാനായിട്ട് ടീം മെമ്പേഴ്സിന് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ടോട്ടൽ PV വേഗത്തിൽ ഉയരാനും ഒക്കെ ഈ ഡ്യൂപ്ലിക്കേഷനിലൂടെ സാധിക്കും. ഹോം മീറ്റിംഗ് ആൻഡ് പ്ലാൻ ഷോയിങ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ മാത്രം പ്ലാൻ കാണിക്കുന്നു, പകരം ടീം മുഴുവൻ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് നിങ്ങളും മറ്റുള്ളവരോട് പറയാനുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അതൊരു ഡ്യൂപ്ലിക്കേഷനാണ്. ഇന്ന് സുരേഷ് സാർ ഇന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യം ഇതാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടീമിലുള്ളവരെ ഒരാളെ ഉള്ളെങ്കിലും ആ ഒരാൾക്കും നമ്മൾ 10 പേർക്ക് ക്ലാസ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് കൊടുക്കണം. അതിൽ ഒരാളെ വന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ക്ലാസ് കൊടുക്കണ്ട, അത് കാര്യമാക്കണ്ടെന്നേ. കഴിഞ്ഞ ദിവസം മൂർത്തി സാറ് എന്നെ വിളിച്ച് പറഞ്ഞാണ്, ഒരാളെ ഉള്ളെങ്കിലും അവിടെ 10 പേര് മുന്നിലിരിക്കുന്ന രീതിയിൽ ക്ലാസ് കൊടുക്കണം. ഞാൻ അതാണ് കാണുന്നത്. ഓക്കെ,
ലോങ് ടൈം ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഡ്യൂപ്ലിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ഡ്യൂപ്ലിക്കേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ബിസിനസ് വളരില്ല. ഒരു എന്നും ഒരേ ലെവലിൽ തന്നെ ഇങ്ങനെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ മാക്സിമം നമ്മളെ പോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ അത് തന്നെ മറ്റുള്ളവരും ചെയ്യാനായിട്ട് തയ്യാറാവും. കമ്പനിയുടെ സിസ്റ്റം വിട്ട് പുറത്തു പോകരുത്. കമ്പനിയുടെ സിസ്റ്റത്തിനകത്തുള്ള ആ കാര്യങ്ങൾ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാവൂ. ഓക്കെ. ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ: സിമ്പിൾ സിസ്റ്റം ഫോളോ ചെയ്യുക, ഡെയിലി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, പുതിയ ആളുകൾക്ക് പ്ലാൻ കാണിക്കുക, ടീം മെമ്പേഴ്സിന് ട്രെയിനിങ് നൽകുക, സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി, ഈ 7 കാര്യങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് RCM എൻ്റെ വീട്ടിൽ ഒരു പ്ലാൻ പ്രസന്റേഷനും ഡ്യൂപ്ലിക്കേഷനും ഒക്കെ ട്രെയിൻ ചെയ്യാൻ ഇവിടെ നിന്നാണ് ഷാജി സാറൊക്കെ പഠിച്ചത്. എൻ്റെ വീട്ടിൽ കണ്ട കസേരയിൽ ബോർഡൊക്കെ വെച്ച് അവിടെ നിന്നിട്ട് ക്ലാസ് എടുക്കണുണ്ടോ ഷാജി സാറ്? ഇല്ലേ? ഇത് ബീന മാഡം എൻ്റെ വീട്ടിൽ വന്ന് ക്ലാസ് എടുത്ത് ബോർഡ് എഴുതണുണ്ടോ? പഠിക്കണുണ്ടോ? രാത്രിയാണ് വന്ന് പഠിക്കണത്. അത് കരിമ്പാടത്തുനിന്ന് രാത്രി എൻ്റെ വീട്ടിൽ ബീന മാഡം വന്ന് പഠിക്കുന്നതാണ്. നിങ്ങൾ എത്ര പേര് എൻ്റെ വീട്ടിൽ രാത്രി വന്ന് പഠിക്കാൻ തയ്യാറാവും? അയ്യോ സാറേ, ഞാൻ പറ്റില്ല സാറേ, അത് അങ്ങനെയാണ്. അവിടെ ഞാൻ 1,00,000 രൂപ എൻ്റെ വീട്ടിൽ മീറ്റിങ്ങിന് ഈ ക്ലാസ്സിൽ പങ്കെടുത്താൽ 1,00,000 രൂപ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ 1 ഏക്കർ ചുറ്റളവിൽ വണ്ടി മുഴുവൻ നിറയും. കാരണം ആ 1,00,000 രൂപ മേടിക്കാൻ, മീറ്റിംഗ് പഠിക്കാൻ വേണ്ടിയല്ല. കണ്ട, ഇത് ഒരു ഇതില്ലാതെ രാത്രി 7 മണിക്ക് വന്നിട്ട് രാത്രി 10 മണിക്കാണ് ഇവര് എൻ്റെ വീട്ടിൽ നിന്ന് പോണത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് RCM അവിടെ ഒരു ബോർഡ് വെച്ചാൽ കണ്ട, എൻ്റെ പുറകിലൊരു വാട്ടർ ടാങ്ക് ഒക്കെ